നമുക്കറിയാമല്ലോ, ഈ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ 9 വർഷമായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ ശക്തമായൊരു വിലയിരുത്തലാകുമെന്ന രീതിയിലാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ സംസ്ഥാനത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും ദുസ്സഹമായ ജീവിത സാഹചര്യങ്ങൾ അത് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ചർച്ചയാണ്. എല്ലാ അർത്ഥത്തിലും ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുന്ന, ജനങ്ങളെ പ്രയാസപ്പെടുത്തുന്ന ജീവിത സാഹചര്യങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത്. പെൻഷൻ യഥാവിധി കൊടുക്കാൻ കഴിയുന്നില്ല. വെള്ളക്കരം ഉൾപ്പെടെ, വീട്ടുനികുതി ഉൾപ്പെടെ, അതുപോലെ തന്നെ വൈദ്യുതി വിലവർധന ഉൾപ്പെടെ, എല്ലാതരം സാധന സാമഗ്രിയുടെയും വിലവർധന ഉൾപ്പെടെ സകല മേഖലകളിലും ജനങ്ങൾക്ക് ജീവിക്കാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 5 വർഷം വിലക്കയറ്റമില്ല എന്ന ദേശാഭിമാനിയുടെ തലക്കെട്ട് നമ്മുടെ മുൻപാകെയുണ്ട്. ആ രീതിയിൽ ജനങ്ങളെ പറ്റിച്ചുകൊണ്ട് ജനങ്ങളെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെതിരെ അതിശക്തമായ ഒരു ജനകീയ വികാരം കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ UDFനൊപ്പം അണിനിരക്കുമെന്നുള്ള കാര്യത്തിൽ എല്ലാവരും ശുഭാപ്തി വിശ്വാസത്തിലാണ്. ഫീൽഡിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും അങ്ങനെ തന്നെയാണ്. അതോടൊപ്പം തന്നെ നിലമ്പൂരിൻ്റെ പ്രത്യേകമായ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ മണ്ഡലത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികളൊക്കെയും അവഗണന നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നിലമ്പൂരിലെ ബൈപ്പാസാണ്. നിലമ്പൂരിലെ ബൈപ്പാസ് കഴിഞ്ഞ 9 വർഷമായി 1 രൂപ പോലും അനുവദിക്കാതെ ഈ സർക്കാർ അവഗണിച്ചിരിക്കുകയാണ്. 2015 ആര്യാടൻ മുഹമ്മദ് 36 കോടി രൂപ അനുവദിച്ച് സ്ഥലമേറ്റെടുപ്പ് നടത്തി എന്നതൊഴിച്ചാൽ പിന്നീട് അങ്ങോട്ട് ഒരു പ്രവൃത്തിയും ഇതുവരെ നടത്തിയിട്ടില്ല. എല്ലാ ബഡ്ജറ്റിലും 100 കോടി 200 കോടി അവർ പ്രഖ്യാപിക്കും, ഫ്ലെക്സ് ബോർഡുകൾ വെക്കും. പക്ഷേ പ്രാവർത്തികമാകുന്ന രൂപത്തിലേക്ക് ഒന്നും തന്നെ ഈ സർക്കാർ നടപ്പിലാക്കിയിട്ടില്ല. അത് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ്. 2016 PV അൻവർ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ് നിലമ്പൂർ ബൈപ്പാസ് പറഞ്ഞിട്ടാണ് വോട്ട് ചോദിച്ചിട്ടുള്ളത്. പിന്നെ നിലമ്പൂരിലെ KSRTC ഇൻ്റർ സ്റ്റേറ്റ് ബസ് ടെർമിനൽ, അത് ഒരു പ്രേതാലയം പോലെ അവിടെ കിടക്കുകയാണ്. നിലമ്പൂരിലെ ഗവൺമെൻറ് കോളേജ് ഇതുവരെ സ്ഥലമേറ്റെടുപ്പ് നടത്തിയിട്ടില്ല, ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടില്ല. 2015 ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച കോളേജാണ്. കേരളത്തിലെ 29 മണ്ഡലങ്ങളിൽ കോളേജ് ഉണ്ടായിരുന്നു. 28 മണ്ഡലങ്ങളിലും സ്ഥലമായി, കോളേജായി, നാക്കിൻ്റെ അക്രഡിറ്റേഷൻ വരെ കഴിഞ്ഞു. നിലമ്പൂരിൽ സ്ഥലമേറ്റെടുപ്പ് പോലും നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ നാടുകാണിയിൽ നിന്ന് പരപ്പനങ്ങാടി വരെ മലപ്പുറം ജില്ലയിലെ 7 നിയോജകമണ്ഡലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സംസ്ഥാന പാത 490 കോടിയാണ് അതിന് അലോട്ട് ചെയ്തത്. ആ പദ്ധതി ഇവർ പാടെ അവഗണിച്ചു. നിലമ്പൂരിൻ്റെ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് അത് പൊളിച്ച് ഇപ്പോൾ ഈ നിലമ്പൂർ നഗരസഭയുടെ ടേം അവസാനിക്കാനിരിക്കുകയാണ്. 4-5 മാസം കൂടിയുള്ളൂ. ഇതുവരെ ഒരു പ്രവൃത്തിയും നടത്തിയിട്ടില്ല, ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ടില്ല. ഇങ്ങനെ തുടങ്ങി അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ നിലമ്പൂരിൻ്റെ പ്രധാനപ്പെട്ട വികസന കാര്യങ്ങളിലെല്ലാം അവഗണനയാണ്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തും സവിശേഷമായി നിലമ്പൂരിൻ്റെ സാഹചര്യങ്ങളനുസരിച്ചുള്ള വിധിയെഴുത്തുമായി ഈ നാട്ടിലെ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ വിധിയെഴുതും. അതിശക്തമായ ഒരു സർക്കാർ വിരുദ്ധ വികാരം ഇവിടെയുണ്ട്. UDFനെ സംബന്ധിച്ചാൽ UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോവുകയാണ്. ഇലക്ഷന് മുൻപേ തന്നെ പ്രചാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു, ബൂത്ത് കമ്മിറ്റികളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഇപ്പോൾ പ്രത്യേകമായ ഉപതെരഞ്ഞെടുപ്പ് ഇലക്ഷൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായി വളരെ ശാസ്ത്രീയമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവിധ സ്റ്റേറ്റുകളിലെ നേതാക്കന്മാരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത്. പ്രതിപക്ഷ നേതാവിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനങ്ങൾക്ക് ആവശ്യം ഈ നാടിൻ്റെ സ്പന്ദനങ്ങൾ അറിയുന്ന, ഈ നാട്ടിൽ അവർക്ക് അവൈലബിൾ ആകുന്ന ഒരു MLA ആണ് ആവശ്യമുണ്ട്. ആ അർത്ഥത്തിൽ ആര്യാടൻ ഷൗക്കത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായും നഗരസഭാ ചെയർമാനായും ഇപ്പോൾ 9 വർഷം MLA അല്ലാതിരുന്നിട്ട് കൂടി ഈ നാട്ടിലെ ഓരോ ജനങ്ങളുടെയും വിഷയങ്ങളിൽ ഇടപെട്ട് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ പരിഹാരങ്ങൾക്ക് വേണ്ടി ഇടപെട്ട് ജനങ്ങൾക്കിടയിൽ സജീവമായുള്ളൊരു വ്യക്തിയാണ്. കവളപ്പാറ ദുരന്തം 2019 ആ സമയത്ത് ആ നാട്ടിലെ ജനങ്ങളെ പുനരധിവസിപ്പിക്കുന്നതിന് വേണ്ടി വളരെ സജീവമായി ഇടപെട്ടുകൊണ്ടേയിരുന്ന ഒരു വ്യക്തിയാണ്. ഇവിടെ വന്യജീവികളുടെ ആക്രമണം മൂലം പ്രയാസപ്പെടുന്ന നിരവധിയായിട്ടുള്ള മനുഷ്യരെ കാണാൻ സാധിക്കും. അവരുടെ ആ പ്രതിസന്ധിയിൽ, പ്രയാസങ്ങളിൽ അവരുടെ അടുത്ത് ആദ്യം എത്തുന്ന വ്യക്തിയാണ് ആര്യാടൻ ഷൗക്കത്ത്. വഴിക്കടവിലെ 3 കുട്ടികൾക്ക് ഷോക്കേറ്റ സംഭവം, അതിലൊരാൾ മരണപ്പെട്ടു. ആ ഡെഡ് ബോഡി നിലമ്പൂർ താലൂക്ക് ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയപ്പോൾ
അവിടെ ആദ്യം എത്തിയത് ആരുടെ ഷൗക്കത്താണ്, അവിടുത്തെ വേണ്ട കാര്യങ്ങൾ ചെയ്ത ആരുടെ ഷൗക്കത്താണ്, സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അവരുടെ കൂടെ നിൽക്കുന്ന ഒരു MLA ആണ് നിലമ്പൂർ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ആ അർത്ഥത്തിൽ ഏറ്റവും അധികം ഫിറ്റായൊരു കാൻഡിഡേറ്റാണ് ആരുടെ ഷൗക്കത്ത്. എതിർ സ്ഥാനാർത്ഥിയുടെ ഒരു വരവോടുകൂടി CPM പ്രവർത്തകർക്കിടയിൽ അവരുടെ ഒരു പാർട്ടി ചിഹ്നം ലഭിക്കുന്നു എന്നുള്ളൊരു ആവേശമുണ്ട്. പക്ഷേ ശ്രീരാമകൃഷ്ണൻ ഇവിടെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചപ്പോഴും ഇതേ ആവേശം നമ്മൾ കണ്ടതാണ്. 19,000 ചില്ലാനം വോട്ടിനാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. ആ ഒരു റിസൾട്ട് തന്നെയായിരിക്കും ഇവിടെയും ആവർത്തിക്കുക. LDFന് മാത്രമായി നിലമ്പൂർ മണ്ഡലത്തിൽ ഒന്നും ചെയ്യാനില്ല. LDFും അതിൻ്റെ കൂടെ PV അൻവറിൻ്റെ ഒരു സ്വാധീനത്തിലുള്ള കുറച്ച് വോട്ടുകളും ചേർന്നപ്പോഴാണ് അവർ വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ UDFൻ്റെ വിജയം സുനിശ്ചിതമാണ്.